കോഴിക്കോട്ടെ എല്ലാ മണ്ഡലങ്ങളിലെയും വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്ന ആവശ്യവുമായി UDF സ്ഥാനാർത്ഥികൾ. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമം സംശയിക്കുന്നതായി ലീഗ് ജില്ലാ പ്രസിഡന്റ് എം. റസാഖ് മാസ്റ്റർ പറഞ്ഞു. ജില്ലാ കളക്ടറിൽ UDFന് വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് DCC പ്രസിഡന്റ് കെ. പ്രവീൺകുമാറും പറഞ്ഞു. കോഴിക്കോട്ടെ വോട്ട് യന്ത്രങ്ങൾ സൂക്ഷിച്ച JDTയിലെ കേന്ദ്രത്തിൽ പേരാമ്പ്ര മണ്ഡലത്തിന്റെ മെറ്റീരിയൽ റൂം തുറന്നത് പരാതിക്കിടയാക്കിയിരുന്നു. കോഴിക്കോട് സൗത്തിന്റെ സ്ട്രോങ് റൂമിൽ ചേർന്നായിരുന്നു ഈ മുറി. കൊയിലാണ്ടി സ്ട്രോങ് റൂമിന് സമീപം വരണാധികാരി പോയതും ആക്ഷേപത്തിനിടയാക്കി. ഈ വിഷയങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും വിവിപാറ്റ് സ്ലിപ്പ് കൂടി എണ്ണണമെന്ന ആവശ്യം UDF സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഈ ജില്ലയിലെ എണ്ണം കുറച്ച് ഒരു അട്ടിമറിക്കുള്ള ശ്രമമാണോ എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിച്ച സംശയം, ആ സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് സംശയത്തിന് ഇട നൽകിയ സാഹചര്യത്തിൽ ഈ 8 നിയോജകമണ്ഡലങ്ങളിലെ വിവിപാറ്റുകൾ എണ്ണി സംശയ നിവാരണം വരുത്തണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയാണ്. വോട്ടെണ്ണൽ നടക്കുന്ന മെയ് 4-ന് വോട്ട് യന്ത്രങ്ങൾ എണ്ണുന്നതിനൊപ്പം തന്നെ വിവിപാറ്റ് കൂടി എണ്ണണമെന്നാണ് ആവശ്യം. പരാതിയിൽ നടപടിയെടുക്കാത്ത ജില്ലാ കളക്ടറുള്ള അവിശ്വാസവും UDF നേതാക്കൾ രേഖപ്പെടുത്തി. ജില്ലാ കളക്ടറുടെ കൂടി വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യം ഇത് എണ്ണാതെ ഞങ്ങളെ സംബന്ധിച്ച് വിശ്വാസത സൂക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള അഭിപ്രായമില്ല. ജില്ലാ കളക്ടർക്കും പേരാമ്പ്ര കൊയിലാണ്ടി വരണാധികാരികൾക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് കെ. പ്രവീൺകുമാർ ഹൈക്കോടതിയും സമീപിച്ചിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം, മീഡിയ 1.